ഹായ് മക്കളെ, നമുക്കിന്ന് സിൻഡ്രല്ലയുടെ കഥ കേട്ടാലോ? ഒരിക്കൽ ഒരിടത്ത് ഒരു അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. അവർക്ക് സുന്ദരിയായ ഒരു മകളും ഉണ്ടായിരുന്നു. അവളുടെ പേരായിരുന്നു സിൻഡ്രല്ല. അവർ വളരെയധികം സന്തോഷത്തോടെയാണ് ജീവിച്ചിരുന്നത്. അച്ഛനും അമ്മയ്ക്കും മകളെ ജീവനായിരുന്നു. അവളുടെ കണ്ണുകൾ പളുങ്കുമണി പോലുള്ളതും തലമുടി സ്വർണ്ണ നിറമുള്ളതുമായിരുന്നു. ഒരിക്കൽ അവളുടെ അമ്മ അസുഖം വന്ന് കിടപ്പിലായി. ഒത്തിരി മരുന്നുകൾ കഴിച്ചെങ്കിലും ഫലമുണ്ടായില്ല. താൻ മരിക്കുമെന്നുറപ്പായപ്പോൾ അമ്മ മകളെ അരികിൽ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, മോളെ, ഇനി അധികകാലം ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകില്ല. എനിക്ക് നിന്നെ ഉപേക്ഷിച്ചു പോകാൻ ഒട്ടും മനസ്സില്ല. പക്ഷേ എനിക്ക് പോവാതിരിക്കാനാവില്ല. നിനക്ക് എന്ത് വിഷമമുണ്ടായാലും ഞാൻ നിന്നെ സഹായിക്കാൻ എത്തും. എന്നെ അടക്കം ചെയ്യുന്നിടത്ത് നീ ഒരു ചെടി നടണം. അത് വളർന്നു വലുതാകുമ്പോൾ നീ ആ മരത്തിൽ പിടിച്ചു കുലുക്കി എന്ത് ആഗ്രഹം പറഞ്ഞാലും അതുടൻ സാധിക്കും. ഇത്രയും പറഞ്ഞ് അമ്മ കണ്ണുകളടച്ചു. അമ്മയുടെ വേർപാട് അവളെ ദുഃഖത്തിലാഴ്ത്തി. അമ്മ പറഞ്ഞിരുന്നത് പോലെ അവൾ കുഴിമാടത്തിൽ ഒരു ചെടി നട്ടു. നാളുകൾ കൊഴിഞ്ഞു. ചെടി വളർന്ന് മരമായി. പക്ഷേ അതിൻ്റെ ശക്തിയെപ്പറ്റി അവൾ മറന്നുപോയിരുന്നു. ഇതിനിടയിൽ അവളുടെ അച്ഛൻ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചിരുന്നു. അവർക്ക് 2 പെൺകുട്ടികൾ കൂടി ഉണ്ടായി. രണ്ടാനമ്മയും മക്കളും അവളോട് ക്രൂരമായി പെരുമാറി. വീട്ടിലെ എല്ലാ ജോലികളും അവളെ കൊണ്ട് ചെയ്യിച്ചു. അടുപ്പിനടുത്താണ് അവൾക്ക് ഉറങ്ങാൻ ഇടം കൊടുത്തത്. മുഷിഞ്ഞതും കീറിയതുമായ വസ്ത്രങ്ങളാണ് അവൾക്കുണ്ടായിരുന്നത്. തീയും പുകയുമേറ്റ് അവളുടെ മുഖം എല്ലായ്പ്പോഴും അഴുക്കു നിറഞ്ഞിരുന്നു. രണ്ടാനമ്മയും മക്കളും സിൻഡ്രല്ലയോട് ക്രൂരമായാണ് പെരുമാറിയിരുന്നതെങ്കിലും അവൾ വളരെ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും പരിഭവമൊന്നും കൂടാതെ സേവിച്ചിരുന്നു. വീട്ടിലെ എല്ലാ ജോലികളും ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വന്നിട്ടും അവൾക്കതിൽ വിഷമമൊന്നും തോന്നിയിരുന്നില്ല. വർഷങ്ങൾ കടന്നുപോയി. സിൻഡ്രല്ലയും അനുജത്തിമാരും യുവതികളായി. സിൻഡ്രല്ല വളരെ സുന്ദരിയായിരുന്നു. കരിയും പുകയുമേറ്റ് കരുവാളിച്ചിരുന്നെങ്കിലും അവളുടെ സൗന്ദര്യം ഏവരെയും ആകർഷിച്ചിരുന്നു. ഇതിൽ രണ്ടാനമ്മയും മക്കളും അസൂയപ്പെട്ടിരുന്നു. അങ്ങനെയിരിക്കെ ഒരിക്കൽ രാജകൊട്ടാരത്തിൽ നിന്ന് ഒരു വിളംബരമുണ്ടായി. കൊട്ടാരത്തിൽ 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരാഘോഷം. ഈ ആഘോഷം തീരുമ്പോൾ രാജകുമാരൻ തൻ്റെ വധുവിനെ തിരഞ്ഞെടുത്തിരിക്കും. അതിനാൽ എല്ലാവരും കൊട്ടാരത്തിലത്തെ ആഘോഷത്തിൽ പങ്കെടുക്കണം. വിവാഹിതകളല്ലാത്ത സ്ത്രീകളുടെ മനസ്സിൽ രാജകുമാരൻ മാത്രമായി. എല്ലാവരെയും പോലെ സിൻഡ്രല്ലയുടെ സഹോദരികളും ആഗ്രഹിച്ചു. തങ്ങളിൽ ഒരാളെ രാജകുമാരൻ സ്വീകരിച്ചാൽ ഈ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരാവാം. കൂടാതെ രാജ്ഞിയായി വാഴുകയും ചെയ്യാം. സിൻഡ്രല്ലയുടെ മനസ്സിലും ആഘോഷത്തിൽ പങ്കെടുക്കണമെന്ന ആഗ്രഹമുണ്ടായി. അങ്ങനെ ആ ദിവസവും വന്നെത്തി. എല്ലാവരും തങ്ങളാലാവുന്ന വിധം ഒരുങ്ങി കൊട്ടാരത്തിലേക്ക് യാത്രയായി. സിൻഡ്രല്ലയുടെ അനുജത്തിമാരും വില കൂടിയ ഡ്രസ്സും ചെരുപ്പും മറ്റും ധരിച്ച് പോകാനൊരുങ്ങി. സിൻഡ്രല്ല തൻ്റെ ആഗ്രഹം പ്രകടിപ്പിച്ചു. പക്ഷേ രണ്ടാനമ്മയും മക്കളും അവളെ കളിയാക്കി. ഒരാൾ പറഞ്ഞു, നിനക്ക് ധരിക്കാൻ നല്ല ഉടുപ്പോ ചെരുപ്പോ ഒന്നും തന്നെയില്ല. പിന്നെ ഈ വിധം നിന്നെ കണ്ടാൽ ഭടന്മാർ കൊട്ടാരത്തിലേക്ക് കയറ്റുക പോലുമില്ല. നീ ഈ വീടും പരിസരവും വൃത്തിയാക്കി പാചകവും ചെയ്ത് ഇവിടെ ഇരുന്നാൽ മതി. അതാണ് നിനക്ക് യോജിക്കുന്നത്. രണ്ടാമത്തെയാൾ പറഞ്ഞു. സിൻഡ്രല്ലയ്ക്ക് ഒരുപാട് സങ്കടം വന്നു. അവൾ പറഞ്ഞു, ശരിയാണ്, എനിക്ക് ധരിക്കാൻ നല്ല ഉടുപ്പില്ല, കാലിലിടാൻ ചെരുപ്പില്ല, ഞാൻ സുന്ദരിയല്ല. പിന്നെ എന്തിനാണ് കൊട്ടാരത്തിലേക്ക് പോകുന്നത്? മക്കൾക്ക് കൂട്ടായി അമ്മയും കൊട്ടാരത്തിലേക്ക് പോയി. സിൻഡ്രല്ല തൻ്റെ ജോലി തുടർന്നു. നാട്ടിലുള്ള എല്ലാവരും കൊട്ടാരത്തിലേക്ക് പോയി. ഓർത്തപ്പോൾ സിൻഡ്രല്ലയ്ക്ക് സങ്കടം സഹിക്കാനായില്ല. അവൾ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞു. അപ്പോഴേക്കും അവിടെ 2 പ്രാവുകൾ എത്തിച്ചേർന്നു. അവർ സിൻഡ്രല്ലയോട് പറഞ്ഞു, ഞങ്ങൾ നിന്നെ സഹായിക്കാം. വേഗം ജോലി തീർത്തിട്ട് നമുക്ക് കൊട്ടാരത്തിൽ പോകാം. അങ്ങനെ പ്രാവുകളുടെ സഹായത്തോടെ വേഗത്തിൽ ജോലി തീർത്ത് അവൾ കൊട്ടാരത്തിൽ എത്തി. ദൂരെ നിന്ന് നൃത്തം കണ്ടു. എന്നിട്ട് വേഗം വീട്ടിലെത്തി ജോലി തുടർന്നു. രണ്ടാനമ്മയും മക്കളും രാത്രിയായപ്പോൾ തിരിച്ചെത്തി. അവർ കൊട്ടാരത്തിലെ വിശേഷങ്ങൾ പറഞ്ഞു. സിൻഡ്രല്ല ഒന്നും മിണ്ടാതെ എല്ലാം കേട്ടിരുന്നു. പിറ്റേന്നും രണ്ടാനമ്മയും മക്കളും പോകാനൊരുങ്ങി. അവൾ അനുജത്തിമാർക്ക് മുടി ചീകി കൊടുത്തും വസ്ത്രം ധരിക്കാൻ സഹായിച്ചും അവരുടെ കൂടെ നിന്നു. എന്നിട്ടും അവളെ തനിച്ചാക്കി അവർ പോയി. അന്നും പ്രാവുകളെത്തി. ജോലി വേഗം തീർത്ത് സിൻഡ്രല്ല പോകാനൊരുങ്ങി. അപ്പോൾ കൂട്ടത്തിലെ ഒരു പ്രാവ് ചോദിച്ചു, സിൻഡ്രല്ല, നിനക്കും നൃത്തം ചെയ്തുകൂടെ? അതിന് എനിക്ക് ധരിക്കാൻ നല്ല വസ്ത്രങ്ങളില്ല. പിന്നെ എങ്ങനെ ഞാൻ നൃത്തം ചെയ്യാനാണ്? അവൾ പറഞ്ഞു. അതിനല്ലേ ആ നിൽക്കുന്ന മാന്ത്രിക മരം. നീ അത് കുലുക്കി എന്താവശ്യപ്പെട്ടാലും നിനക്ക് ലഭിക്കും. രണ്ടാമത്തെ പ്രാവ് പറഞ്ഞു. അപ്പോഴാണ് സിൻഡ്രല്ലയ്ക്ക് അമ്മ പറഞ്ഞ കാര്യം ഓർമ്മ വന്നത്. അവൾ ഓടിച്ചെന്ന് മരം കുലുക്കി നല്ല വസ്ത്രങ്ങളും ചെരുപ്പും ചോദിച്ചു.
അത്ഭുതമെന്ന് പറയട്ടെ, ഇത്ര നാളും കണ്ടിട്ടുള്ളതിനേക്കാൾ മനോഹരമായ വസ്ത്രങ്ങളും ചെരുപ്പും അവളുടെ മുന്നിലെത്തി. അവൾ ഉടൻ തന്നെ അവയെല്ലാം ധരിച്ചു. അപ്പോൾ അവൾ ഒരു രാജകുമാരിയെപ്പോലെ തോന്നി. യാത്രയ്ക്കായി ഒരു രഥവും എത്തിയിരുന്നു. രഥത്തിൽ കയറിയ ഉടനെ രഥം കൊട്ടാരത്തിലെത്തി. എല്ലാവരുടെയും ശ്രദ്ധ സിൻഡ്രല്ലയിലായി. രാജകുമാരന് അവളിൽ നിന്ന് കണ്ണെടുക്കാനായില്ല. ആർക്കും അവളെ മനസ്സിലായുമില്ല. നൃത്തം തുടങ്ങി. രാജകുമാരൻ അവളോടൊപ്പം നൃത്തം ചെയ്തു. പാതിരാവാകാറായി. അപ്പോഴാണ് അവൾ പോരാൻ നേരം പ്രാവുകൾ പറഞ്ഞ കാര്യമോർത്തത്. 12 മണി വരെ മാത്രമേ ഈ രൂപം നിനക്കുണ്ടാവുകയുള്ളൂ. അത് കഴിഞ്ഞാൽ നീ പഴയതുപോലെയാകും. അതിനാൽ അവിടുന്ന് നേരത്തെ തിരിക്കണം. സിൻഡ്രല്ല ഉടൻ തന്നെ വീട്ടിലേക്ക് പോന്നു. 12 മണിയായപ്പോൾ അവളുടെ രൂപം പഴയതുപോലെയായി. അവൾ വീട്ടുജോലി തുടർന്നു. അപ്പോഴേക്കും രണ്ടാനമ്മയും മക്കളും എത്തിച്ചേർന്നു. അവർ നൃത്തം ചെയ്ത സുന്ദരിയെ പുകഴ്ത്തിക്കൊണ്ടേയിരുന്നു. ഒരു നേർത്ത പുഞ്ചിരിയോടെ സിൻഡ്രല്ല എല്ലാം കേട്ടുകൊണ്ടു നിന്നു. 3-ാം ദിവസവും അമ്മയും മക്കളും പോയി കഴിഞ്ഞപ്പോൾ സിൻഡ്രല്ല വേഗം ജോലി തീർത്ത് മരത്തിനോട് വസ്ത്രം ചോദിച്ചു. തലേന്നത്തേക്കാൾ മനോഹരമായ ഉടുപ്പും ചെരുപ്പും തേരും എത്തി. അവൾ ഉടനെ തന്നെ ഒരുങ്ങി കൊട്ടാരത്തിലേക്ക് പോയി. പോകാൻ നേരം പ്രാവുകൾ പ്രത്യേകം ഓർമ്മിപ്പിച്ചു, 12 മണിക്കു മുമ്പ് ഇങ്ങെത്തണം. അവളെ കണ്ടതോടെ രാജകുമാരൻ മറ്റാരെയും നൃത്തം ചെയ്യാൻ അനുവദിച്ചില്ല. എല്ലാവരുടെയും രാജ്ഞിയാവാം എന്നുള്ള പ്രതീക്ഷ അസ്തമിച്ചു. കുമാരൻ അവളോടൊപ്പം നൃത്തം ചെയ്തു. സമയം പോകുന്നത് അവർ അറിഞ്ഞതേയില്ല. 12 മണി അടിക്കാൻ തുടങ്ങി. പെട്ടെന്ന് സിൻഡ്രല്ല പുറത്തേക്ക് ഓടി. ഓട്ടത്തിനിടയിൽ അവളുടെ ഒരു ചെരുപ്പ് ഊരിപ്പോയി. പുറത്തിറങ്ങിയ ഉടനെ അവളുടെ രൂപം മാറി. അവൾ പഴയ സിൻഡ്രല്ലയായി. പക്ഷേ കൊട്ടാരത്തിൽ വീണുപോയ ഷൂവിന് ഒരു മാറ്റവും വന്നില്ല. അവൾ ഓടി വീട്ടിലെത്തി ജോലി തുടർന്നു. പിറ്റേന്ന് രാജകുമാരൻ രാജാവിനോട് പറഞ്ഞു, അച്ഛാ, ഇന്നലെ എന്നോടൊപ്പം നൃത്തം ചെയ്ത പെൺകുട്ടിയെ എനിക്ക് വിവാഹം കഴിക്കണം. അച്ഛൻ ഇതിന് അനുവദിക്കണം. രാജാവ് പറഞ്ഞു, ശരി കുമാരാ, എനിക്ക് സമ്മതമാണ്. പക്ഷേ നിനക്ക് ആ പെൺകുട്ടിയെ അറിയാമോ? അവളുടെ വീട് എവിടെയാണ്? അപ്പോഴാണ് കുമാരൻ താനിതൊന്നും അവളോട് ചോദിച്ചറിഞ്ഞില്ലല്ലോ എന്ന് ഓർത്തത്. അയാൾക്കതിൽ വളരെ വിഷമം തോന്നി. പെട്ടെന്ന് കൊട്ടാരത്തിൽ അവളുടെ ഒരു ചെരുപ്പ് കിട്ടിയ കാര്യം കുമാരൻ ഓർത്തു. അയാൾ ഉടൻ തന്നെ ചെരുപ്പുമായി രാജാവിൻ്റെ അടുത്തെത്തി. എന്നിട്ട് പറഞ്ഞു, അച്ഛാ, ആ പെൺകുട്ടിയുടെ വീട് എനിക്കറിയില്ല. പക്ഷേ അവളുടെ ഒരു ചെരുപ്പ് എൻ്റെ കയ്യിലുണ്ട്. ഇത് വെച്ച് ഞാൻ അവളെ കണ്ടുപിടിക്കും. അങ്ങനെ രാജകുമാരൻ ചെരുപ്പുമായി ഓരോ വീടും കയറിയിറങ്ങി. മാന്ത്രിക ശക്തിയുള്ള ആ ചെരുപ്പ് ആർക്കും പാകമായില്ല. അവസാനം കുമാരനും കൂട്ടനും സിൻഡ്രല്ലയുടെ വീട്ടിലെത്തി. ആദ്യം അനുജത്തിമാർ ചെരുപ്പ് ധരിച്ചു നോക്കി. പക്ഷേ അവർക്ക് പാകമായില്ല. ഈ സമയം സിൻഡ്രല്ല ഒളിഞ്ഞു നിന്ന് ഈ കാഴ്ച കാണുന്നുണ്ടായിരുന്നു. നിരാശയോടെ പോകാനൊരുങ്ങിയ കുമാരൻ സിൻഡ്രല്ലയെ കണ്ടു. അയാൾ ചെരുപ്പ് ധരിക്കുന്നതിനായി സിൻഡ്രല്ലയെ വിളിച്ചു. രണ്ടാനമ്മയും മക്കളും തടഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇത് ഞങ്ങളുടെ വേലക്കാരിയാണ്. അവൾക്കിത് പാകമാകില്ല. കുമാരൻ പോയിക്കോളൂ. പക്ഷേ കുമാരൻ നിർബന്ധിച്ചു. അവസാനം നാണത്തോടെ സിൻഡ്രല്ല ചെരുപ്പ് ധരിച്ചു. അവളുടെ പാദത്തിന് യോജിച്ച വിധം കൃത്യവും മനോഹരവുമായിരുന്നു അത്. മറ്റുള്ളവരുടെ സമ്മതത്തിന് പോലും കാത്തുനിൽക്കാതെ കുമാരൻ അവളെ തൻ്റെ തേരിൽ കയറ്റി കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. രാജാവ് സന്തോഷത്തോടെ അവരുടെ വിവാഹം ആർഭാടമായി നടത്തി. അതോടെ സിൻഡ്രല്ലയുടെ കഷ്ടപ്പാടുകൾ അവസാനിച്ചു. അങ്ങനെ ദീർഘകാലം കുമാരനോടൊപ്പം അവൾ സസുഖം വാണു.